Hi all, welcome back to Xylem Learning. Everybody സാറാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് എന്ത് ചെയ്യാം പഠിച്ചെടുക്കണം. ചാപ്റ്റർ ഏതാണ്? സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ്. കണ്ടംപററി വേൾഡിലെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മുടെ സംരക്ഷണത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി ലോട്ട്സ് ഓഫ് കാര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ മിലിറ്ററി ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് സെക്യൂരിറ്റി, എന്താണ് സെക്യൂരിറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഈ ചാപ്റ്ററിൽ പഠിച്ചെടുക്കണം. ഓക്കെ, യെസ്, 10 മിനിറ്റാണ് ഞാൻ പറയുന്നത്. മേ ബി ഒരു 1-2 മിനിറ്റ് ഒക്കെ കൂടെ നമുക്ക് നോക്കാം. യെസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് നോഷൻസ് ഓഫ് സെക്യൂരിറ്റി നോഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടു ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് നമ്മൾ പറയുന്നത് ട്രഡീഷണൽ നോഷൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് നോൺ ട്രഡീഷണൽ നോഷൻസ് ഓഫ് സെക്യൂരിറ്റി. അതിൽ ട്രഡീഷണൽ നോഷൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എന്ന ട്രഡീഷണൽ നോഷൻസ് ഓഫ് സെക്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റും. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ്, ലൈക്ക് മിലിറ്ററി, മറ്റ് രാജ്യങ്ങളെ അതിക്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദെൻ ഇന്റേണൽ എന്ന് പറയുമ്പോൾ വിത്തിൻ ദ കൺട്രി, രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടാവുന്ന ഈ പറയുന്ന സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം. അതിൽ എക്സ്റ്റേണൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ഇറ്റ് മീൻസ് മിലിറ്ററി ത്രെഡ് ഫ്രം അതർ കൺട്രീസ് ഉണ്ടാവുന്ന മിലിറ്ററി ത്രെഡ് നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം. എക്സ്റ്റേണൽ ഈ പറഞ്ഞ നോഷൻസ് ഓഫ് സെക്യൂരിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. അവിടെ നമ്മൾ പറയുന്നത് ഒരു രാജ്യത്തിന്റെ സോവണിറ്റി, ഇൻഡിപെൻഡൻസ്, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഒക്കെ എന്ത് ചെയ്യും ഈ സമയത്ത് എൻഡേഞ്ചർ ആവും. അതായത് അതർ കൺട്രീസ് ഒക്കെ നമ്മളെ എന്താണ് ഡോമിനേറ്റ് ചെയ്യുക, കൊളനൈസ് ചെയ്യുക. വാർ ടൈമിലൊക്കെയാണ് ഇത് കൂടുതലും എന്ത് ചെയ്യാൻ സംഭവിക്കുന്നത്. അപ്പോൾ ഡ്യൂറിംഗ് ദ വാർ ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ഓർഡിനറി സിറ്റിസൺസ് ആർ അണ്ടർ ത്രെഡ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ജീവന നിലവാരവും അവരുടെ എന്താ പറയുക ഈ പറയുന്ന പ്രോപ്പർട്ടിയും ഒക്കെ എന്ത് ചെയ്യാം, ഡേഞ്ചറസ് ആവുന്ന അല്ലെങ്കിൽ ത്രെട്ടൻ ആവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്നത് കൺട്രി റെസ്പോണ്ട് ടു എ ത്രെഡ് ഓഫ് വാർ ഇൻ 3 ways. ഒരു രാജ്യം 3 രീതിയിലാണ് എന്ത് ചെയ്യുക ഈ പറഞ്ഞ വാർ ത്രെഡിന് റെസ്പോണ്ട് ചെയ്യുക. എങ്ങനെയൊക്കെയാണ്? സറണ്ടർ, ഒന്നെങ്കിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ ടു പ്രിവെന്റ് ഓപ്പോണന്റ് ഫ്രം അറ്റാക്ക് ബൈ റൈസിങ് ദ കോസ്റ്റ് ഓഫ് വാർ ടു വെരി ഹൈ ഡിഗ്രി ദെൻ ഡിഫെൻഡ് ഇറ്റ്സെൽഫ് വെൻ വാർ ബ്രേക്സ് ഔട്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കീഴടങ്ങുക, അല്ലെങ്കിൽ ഈ പറയുന്ന വാറിനെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക. ഈ മെത്തേഡിലൊക്കെയാണ് എന്ത് ചെയ്യുക ഒരു രാജ്യം ഈ പറയുന്ന സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ നോഷൻസ് ഓഫ് സെക്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുക. അപ്പോൾ ട്രഡീഷണൽ സെക്യൂരിറ്റി പോളിസി നമ്മൾ നോക്കുന്ന സമയത്ത് 4 ഫാക്ടേഴ്സ് ആണ്. ഡിറ്ററൻസ് നമുക്ക് കാണാൻ പറ്റും, ഡിഫൻസ് നമുക്ക് കാണാൻ പറ്റും, ബാലൻസ് ഓഫ് പവർ നമുക്ക് കാണാൻ പറ്റും, അലയൻസ് ബിൽഡിംഗ്. ഇങ്ങനെ 4 ഫാക്ടേഴ്സിലൂടെയാണ് നമ്മൾ സെക്യൂരിറ്റി പോളിസി എന്ത് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ വാട്ട് ഇസ് ഇന്റേണൽ? ട്രഡീഷണൽ എക്സ്റ്റേണൽ നമ്മൾ പറഞ്ഞു, ഇന്റേണലിലേക്ക് നമ്മൾ പോകുമ്പോഴാ ഇറ്റ് മീൻസ് ത്രെഡ് ഫ്രം വിത്തിൻ ദ കൺട്രി. മേജർ ഇന്റേണൽ സെക്യൂരിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത്, ത്രെഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നാർക്കോട്ടിക്സ് ആൻഡ് ഡ്രഗ്സ്, അല്ലെ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ എത്നിക് വയലൻസ് നമുക്ക് കാണാൻ പറ്റും. വിത്തിൻ ദ എന്താ പറയുക ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും അല്ലെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ എത്നിക് വയലൻസ് ഒക്കെ ഉണ്ടാവും. ദെൻ റീജിയണലിസം ഉണ്ടാവും, പ്രാദേശികവാദം ഉണ്ടാവും, അല്ലെങ്കിൽ റിലീജിയസ് ഫണ്ടമെന്റലിസം ഉണ്ടാവാം. ഇങ്ങനെ പല പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം ഇന്റേണൽ ആയിട്ട് സംഭവിക്കാം. ഓക്കെ, അതാണ് ഇന്റേണൽ ത്രെഡ് ഓഫ് ഇന്റേണൽ നോഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ദെൻ ട്രഡീഷണൽ സെക്യൂരിറ്റി ആൻഡ് കോപ്പറേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ദ ഇമ്പോർട്ടൻറ്റ് വേസ് ഓഫ് കോപ്പറേഷൻ ടു മെയിൻറ്റെയിൻ ട്രഡീഷണൽ സെക്യൂരിറ്റി നമ്മൾ പറയുന്ന സമയത്ത് കോപ്പറേഷൻ ആൻഡ് ലിമിറ്റിംഗ് വയലൻസ്, അതുപോലെ തന്നെ ഡിസാർമെന്റിലൂടെ, ആം കൺട്രോളിലൂടെ, അതുപോലെ തന്നെ കോൺഫിഡൻസ് ബിൽഡിങ്ങിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന സിറ്റുവേഷൻസ് നമുക്ക് ഓവർകം ചെയ്യാം, സെക്യൂരിറ്റി എൻഷൂർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. Then non-traditional notions of security നമ്മൾ നോക്കുന്ന സമയത്ത് it gives importance to the security of individuals or communities other than the security of territory and governing institution itself. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കാളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടെറിട്ടറിയും ഗവേണിംഗ് ഇറ്റ്സെൽഫ് എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ഇസ് ഡിവൈഡ് ഇൻ ടു 2 heads. നോൺ സെക്യൂരിറ്റി ട്രഡീഷണൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി നമ്മൾ 2 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ സെക്യൂരിറ്റി, ഗ്ലോബൽ സെക്യൂരിറ്റി. അതിൽ ഹ്യൂമൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ് കൺസേൺഡ് മോർ അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ദാൻ അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ദെൻ ദ പ്രൈമറി ഗോൾ ഓഫ് ഹ്യൂമൻ സെക്യൂരിറ്റി ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് നമ്മുടെ ഈ പറയുന്ന ഹ്യൂമൻ സെക്യൂരിറ്റിയുടെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള ഗോൾ നമുക്ക് കാണാൻ പറ്റും, അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് കാണാൻ പറ്റും. ദെൻ ഗ്ലോബൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ no country can alone resolve the problems like global warming, international terrorism and health epidemics like AIDS അല്ലെങ്കിൽ ഈ പറഞ്ഞ ബേർഡ് ഫ്ലൂ, കൊറോണ വൈറസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വേണം? യെസ്, ദീസ് പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ഓൺലി ബൈ മ്യൂച്വൽ കൊളാബറേഷൻ ഓഫ് ഓൾ ദ നേഷൻസ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും എന്താ പറയുക പരസ്പരം സഹകരിച്ചുകൊണ്ടൊക്കെ മാത്രമേ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വേണം? യെസ്, എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് വേണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ നമുക്ക് കാണാൻ പറ്റും.
ദെൻ ന്യൂ സോഴ്സസ് ഓഫ് സെക്യൂരിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ടെററിസം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ പറഞ്ഞ ടെററിസം പുതിയ കാലഘട്ടത്തിൽ സെക്യൂരിറ്റിയെ ത്രെറ്റൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ടെററിസം നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ, മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഗ്ലോബൽ പോവർട്ടി ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, ഹെൽത്ത് എപ്പിഡമിക്സ് അല്ലേ, നമ്മൾ പറയുന്ന പോലെ തന്നെ പല എന്താ പറയുക പകർച്ചവ്യാധികൾ. ഇപ്പോൾ കൊറോണ വൈറസ് ഒക്കെ 2019 വന്ന സമയത്ത് വളരെ ക്യുക്കായിട്ടാണ് അതല്ലേ ഓൾ ഓവർ ദ വേൾഡിന് എന്ത് ചെയ്തിട്ടുള്ളത് കീഴടക്കിയിട്ടുള്ളത്. ലോക്ക്ഡൗൺ ആയിരുന്നു, നമ്മളെല്ലാവരും വീടുകളിലായിരുന്നു. ഇങ്ങനെ പല ഭാഗത്തും പല രീതിയിലായിരുന്നു എന്ത് ചെയ്തിരുന്നത് ഇത് ബാധിച്ചിരുന്നത്. കുറേ ചില രാജ്യത്തൊക്കെ കുറേ ആളുകൾ മരിച്ചു പോകാനുള്ള കാരണമായിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലടക്കം നമ്പർ ഓഫ് പീപ്പിൾ മരിച്ചിട്ടുണ്ട്. നമ്മളതിനെ വലിയ രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സർവൈവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല എന്താ പറയുക സോഴ്സ് ഓഫ് ത്രെഡ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട്. അപ്പോൾ മൈഗ്രേഷൻ, ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ റിഫ്യൂജീസ് ഒക്കെ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്ലോബൽ പോവർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഭീകരവാദം, തീവ്രവാദം പോലുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ പറഞ്ഞ ന്യൂ സോഴ്സ് ഓഫ് ത്രെഡ് നമ്മൾ പറയുന്നത്. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പറയുമ്പോഴാ ദ ന്യൂ സോഴ്സ് ഓഫ് ത്രെഡ് ക്യാൻ ബി സോൾവ്ഡ് ഓൺലി ത്രൂ ദ ഇന്റർനാഷണൽ കോപ്പറേഷൻ. എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ പരസ്പരം എല്ലാ രാജ്യങ്ങളും കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ന്യൂ ത്രെഡ് ഓഫ് സെക്യൂരിറ്റി പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന എന്തൊക്കെയാണ്? യെസ്, ഇറ്റ് മേ ബി ബൈലാറ്ററൽ, റീജിയണൽ, ഓർ കോണ്ടിനെന്റൽ, ഓർ ഗ്ലോബൽ. ഈ പറയുന്ന ന്യൂ ത്രെഡ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആയിരിക്കാം, അല്ലെങ്കിൽ റീജിയണൽ ആയിരിക്കാം, കോണ്ടിനെന്റൽ ആയിരിക്കാം, ഗ്ലോബൽ ആയിരിക്കാം. ഇറ്റ് വുഡ് ഓൾ ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ത്രെഡ് ആൻഡ് ദ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് കൺട്രീസ് ടു റെസ്പോണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഓരോ ആ ത്രെഡിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ഓരോ രാജ്യങ്ങളും എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ്. അതിൽ നമ്മൾ പറയുന്നത് UN പ്ലേസ് എ വെരി ആക്റ്റീവ് റോൾ ഇൻ ടാക്ലിംഗ് ദ ന്യൂ സോഴ്സ് ഓഫ് ത്രെഡ്. ഈ പറയുന്ന ന്യൂ സോഴ്സ് ഓഫ് ത്രെഡിനെ ടാക്കിൾ ചെയ്യാൻ ആർക്ക് കൃത്യമായിട്ടും പറ്റുന്നുണ്ട്? UN സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ UN ഒക്കെ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ന്യൂ ത്രെഡ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുക പുതിയ രീതിയിലുള്ള ഭീഷണികൾ, ഈ പറയുന്ന എന്താ പറയുക സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതിനൊക്കെ സർവൈവ് ചെയ്യാൻ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനോ ആണെങ്കിലും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം ആണെങ്കിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റൂടാ. ദെൻ ഇന്ത്യ സെക്യൂരിറ്റി സ്ട്രാറ്റജിയാണ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്ത്യ ഫേസസ് ട്രഡീഷണൽ ആൻഡ് നോൺ ട്രഡീഷണൽ ത്രെഡ്സ് ടു ഇറ്റ് സെക്യൂരിറ്റി ഫ്രം വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ ട്രഡീഷണൽ ആയിട്ടുള്ളതും നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും എന്ത് ചെയ്യുന്നുണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് സെക്യൂരിറ്റി സ്ട്രാറ്റജി ഹാസ് 4 ബ്രോഡ് കോമ്പണൻസ് ആണ്. സ്ട്രെങ്തനിങ് ദ മിലിറ്ററി ആണ് നമ്മളിവിടെ ഫസ്റ്റ് പറയുന്നത്. എന്ത് ചെയ്യുക? മിലിറ്ററി മാക്സിമം സ്ട്രെങ്തൻ ചെയ്യുക. ദെൻ ഇന്റർനാഷണൽ നോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാക്സിമം സ്ട്രെങ്തൻ ചെയ്യുക. സെക്യൂരിറ്റി ചാലഞ്ചസ് എന്താ പറയുക ഫ്രം വിത്തിൻ ദ കൺട്രി എന്ത് ചെയ്യുക? മാക്സിമം കൺട്രോൾ ചെയ്യുക. ദെൻ ലിഫ്റ്റിംഗ് വാസ്റ്റ് മെജോറിറ്റി ഫ്രം പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഈ സെക്യൂരിറ്റി പ്രോബ്ലംസിന് മറ്റൊരു കാരണം ഇനീക്വാലിറ്റി, പോവർട്ടി സിറ്റുവേഷൻസ് ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ. ന്യൂ സോഴ്സ് ഓഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂ സോഴ്സ് ഓഫ് സെക്യൂരിറ്റിയിൽ നമ്മൾ പറയുന്നുണ്ട് ത്രെഡ്സ് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ പോവർട്ടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് പോവർട്ടി ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള മേജർ സ്റ്റെപ്സ് എന്ത് ചെയ്യുക എടുക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധിവരെ ഈ പറയുന്ന പ്രോബ്ലംസിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നുമല്ല, വളരെ ചെറിയൊരു ചാപ്റ്റർ. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വളരെ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്താണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വിത്തിൻ 10 minutes. ഓക്കെ, 10 മിനിറ്റിനുള്ളിൽ എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അല്ലേ. ഓക്കെ, വിത്തിൻ 10 minutes എന്നുള്ളത് പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു മേ ബി അതൊരു 12 മിനിറ്റിലേക്ക് പോയേക്കാന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വിത്തിൻ 10 minutes എന്ന് മക്കൾക്ക് ആദ്യം പ്രോമിസ് ചെയ്തുകൊണ്ട് തന്നെ വിത്തിൻ 10 minutes വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് സെറ്റ് ആണോ ഓക്കെ ആണോ റെഡി ആണെന്നുള്ള എന്ത് ചെയ്യുക? മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? മാക്സിമം ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് വളരെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസിലൂടെ നമ്മൾ വരുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്, ഷോർട്ട് വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കാണുക. ഇനിയുള്ള ഡേയ്സ് നമ്മൾ 24th വരെയുള്ള ഡേയ്സിൽ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡേയ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ പല എന്താ പറയുക പറഞ്ഞ പോലത്തെ സൂപ്പർ ക്വസ്റ്റ്യൻ, സൂപ്പർ 30, സൂപ്പർ 60 പോലുള്ള ക്വസ്റ്റ്യൻ സീരീസും അതുകൂടാതെ മിനി മാരത്തോൺ, മെഗാ മാരത്തോൺ, മോർണിംഗ് ബൂസ്റ്റർ, അങ്ങനെ എല്ലാ സെഷൻസും മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മക്കൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അടിപൊളിയായിട്ട് +2 പൊളിറ്റിക്കൽ സയൻസ് മക്കൾ എന്ത് ചെയ്യുക? ഫുൾ മാർക്ക് തന്നെ നേടിയെടുക്കുക. അപ്പോൾ തൽക്കാലം ഈ ഒരു സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. യെസ്, താങ്ക് യു ഓൾ. ബൈ.